നമസ്കാരം, ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. 3 പ്രധാന പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുക എന്ന് രാഹുൽ ഗാന്ധി. സാമ്പത്തിക തകർച്ചയും കാർഷിക പ്രതിസന്ധിയും അഴിമതിയുമാണ് ആ വിഷയങ്ങളെന്നും രാഹുൽ കണ്ണൂരിൽ പറഞ്ഞു. വടക്കൻ മലബാറിലെ രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ചുള്ള ചോദ്യമുയർന്നപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സിപിഎമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ പേരെടുത്ത് പറയാതെയായിരുന്നു മറുപടി. Number 1 is the destruction of the economy and the massive amount of unemployment that has been caused by Mr. Narendra Modi's policies, demonetization, Gabbar Singh tax, and basic flawed economic thinking. Number 2 is the crisis that our farmers are facing, the large number of suicides that are taking place again because of neglect, and number 3, the corruption that Mr. Narendra Modi has personally carried out. I think all forms of violence arise from weakness. The Congress party believes in non-violence. The Congress party believes in strength. And the Congress party does not believe in killing and murdering its opponents. Of course, you are aware of what goes on in this region, and I condemn it. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, തിരുനെല്ലിയിൽ നിന്ന് CV അനുമോദ്, ബത്തേരിയിൽ നിന്ന് മനു ഭാരത് എന്നിവർ ചേരുന്നു. ആദ്യം അശ്വിൻ വല്ലത്തിലേക്ക്. അശ്വിൻ, 3 പ്രധാന വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുക എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതിന്റെ കാരണങ്ങൾ, ആ 3 കാരണങ്ങളും രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നു. ഇടതുപക്ഷത്തിനെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും വിമർശനം അടങ്ങുന്നതാണോ രാഹുലിന്റെ വാക്കുകൾ? രേണുക, ഇക്കാര്യത്തിൽ രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു, CPM-നെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഏതാണ്ട് അതുപോലെ തന്നെയാണ് മറുപടി നൽകിയത്. വടക്കൻ മലബാറിലെ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാത്തരം അക്രമവും ഉണ്ടാകുന്നത് ദൗർബല്യത്തിൽ നിന്നാണ്. അത്തരം ദൗർബല്യങ്ങൾ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ എല്ലാത്തരം വയലൻസിനും എല്ലാത്തരം ഹിംസയ്ക്കും എതിരാണ് കോൺഗ്രസ് പാർട്ടി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇത്തരം അക്രമ രാഷ്ട്രീയത്തിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് അവിടെ നടന്നിരുന്ന യോഗം കാസർഗോഡ്, കണ്ണൂര്, അതേപോലെ വടകര മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട UDF നേതാക്കളുടെ ഒരു യോഗമായിരുന്നു. പ്രധാനമായും ഈ മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് CPM-ന്റെ അക്രമ രാഷ്ട്രീയം എന്നുള്ള ഒരു വിഷയം ഉയർത്തിയാണ് ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാക്കുന്നത്. കാസർകോട്ടെ പെരിയ ഇരട്ട കൊലപാതകവും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ 3 മണ്ഡലങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയം. വടകരയിൽ അത് ഒരു ഘട്ടം കഴിഞ്ഞ് P. ജയരാജനെ നേരിട്ട് ആക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്നുള്ള നിലയ്ക്ക് LDF സ്ഥാനാർത്ഥി ആക്രമിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മറ്റു കോൺഗ്രസ് നേതാക്കൾ CPM-നെതിരെ വാദമുഖങ്ങൾ നിരത്തുമ്പോഴാണ് രാഹുൽ ഗാന്ധി അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നപ്പോൾ CPM-ന്റെ പേരെടുത്ത് പറയാതെ എല്ലാത്തരം അക്രമങ്ങളും ഉണ്ടാവുന്നത് ദൗർബല്യത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുൽ ഇക്കാര്യത്തിലും നേരത്തെ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. വടക്കൻ മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം CPM-നെ നേരിട്ട് ആക്രമിക്കാതെ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകിയിരിക്കുന്നു. മറ്റുള്ള വിഷയങ്ങൾ പ്രധാനമായും ഇന്നലെ അദ്ദേഹം പ്രസംഗങ്ങളിലെല്ലാം ഉയർത്തിയതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇന്നും പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട യോഗങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്ന വിഷയങ്ങൾ അഴിമതിയും സാമ്പത്തിക രംഗത്തെ തകർച്ചയും അതേപോലെ കർഷകരുടെ പ്രശ്നങ്ങളും ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിൽ വരാനിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം വയനാട്ടിൽ, അദ്ദേഹം മത്സരിക്കുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷം ആയുധമാക്കുന്നത് കർഷക ആത്മഹത്യകൾ തന്നെയാണ് എന്നതാണ്. 2ാം UPA സർക്കാരിന്റെ കാലത്തെ കാർഷിക നയങ്ങളാണ് ഇത്തരത്തിൽ കർഷക ആത്മഹത്യകൾക്ക് കാരണമായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം രാഹുലിനെതിരായ വാദമുഖങ്ങൾ തീർക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വിഷയങ്ങൾ അദ്ദേഹം പ്രസംഗത്തിൽ പറയുമ്പോൾ അതിന് ഇടതുപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് 2ാം UPA സർക്കാരുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടെ അദ്ദേഹത്തിന്റെ വരുന്ന പ്രസംഗങ്ങളിൽ ഇനി വയനാട്ടിൽ ബത്തേരിയിലും അതേപോലെ തന്നെ തിരുവമ്പാടിയിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ പ്രസംഗങ്ങളിൽ അദ്ദേഹം നടത്തുമോ എന്നുള്ള കാര്യം വ്യക്തമാവേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹം പറയുന്നത് ഈ 3 വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതായാലും പ്രതിഫലിക്കും. ഈ സാമ്പത്തിക പ്രശ്നങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലില്ലായ്മ, GST, അത്തരം ഡിമോണിറ്റൈസേഷൻ, അത്തരം വിഷയങ്ങൾ, അതേപോലെ കർഷക ആത്മഹത്യകൾ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹത്തോട് ഈ ദേശവിരുദ്ധരായി കോൺഗ്രസിനെ BJP പലപ്പോഴും കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം
പറഞ്ഞത് യഥാർത്ഥത്തിൽ ദേശവിരുദ്ധർ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നവരാണ് ദേശവിരുദ്ധർ. പഞ്ചാബിലടക്കം ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ദേശവിരുദ്ധരായിട്ടുള്ളവർ ഈ BJP ആണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. മറ്റൊരു ചോദ്യത്തിനിടയിൽ അദ്ദേഹം ഇങ്ങനെ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആക്ഷേപവും അദ്ദേഹം ഈ പത്രസമ്മേളനത്തിനിടയിൽ നടത്തുകയുണ്ടായി. ഏതായാലും അദ്ദേഹം കണ്ണൂരിലെ DFC ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഇപ്പോൾ DFC ആസ്ഥാനത്തെ ഹെലിപ്പാഡിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്ക് തന്നെ അദ്ദേഹം തിരുനെല്ലിയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരമണിക്കൂറാണ് ഇവിടെ നിന്ന് തിരുനെല്ലിയിലേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സമയം യാത്രയ്ക്ക്. ശരി, അശ്വിൻ വെള്ളത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുനെല്ലിയിൽ നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, തിരുനെല്ലിയിലേക്കുള്ള യാത്രയിലാണ് രാഹുൽ ഗാന്ധി. ഏതാനും നിമിഷങ്ങൾക്കകം രാഹുൽ ഗാന്ധി അവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? അവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം എത്രയാണ്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, അദ്ദേഹം SA-LP സ്കൂളിലെ ഹെലിപാഡിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നും തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, ഏറിയാൽ ഒരു 10 നിമിഷം അതിനുള്ളിൽ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിന് മുൻപിലെ സുരക്ഷാ സന്നാഹങ്ങളാണ്. വലിയ തോതിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ ഇവിടെ പോലീസും SPGയും ഏർപ്പെടുത്തിയിരിക്കുന്നു. തെരഞ്ഞെടുത്ത 50 പ്രവർത്തകർക്ക് ക്ഷേത്രത്തിന് പുറത്ത് തീർത്ത പ്രത്യേക ബാരിക്കേഡിനുള്ളിൽ പ്രവേശനം നൽകിയിട്ടുണ്ട്. അവരെ കർശന പരിശോധനകൾക്ക് ശേഷമാണ് അവിടേക്ക് കടത്തിവിടുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോലീസും ദേവസ്വം ജീവനക്കാരും മാത്രമാണ് ഇപ്പോഴുള്ളത്. 9:30-ക്ക് ശേഷം ഒരു ഭക്തനെയും തീർത്ഥാടകനെയും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് എത്തി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളും ചടങ്ങുകളും എല്ലാം തീർത്ത് തിരിച്ചിറങ്ങി ഹെലിപാഡിൽ എത്തുന്നതുവരേക്കും ഇതേ സാഹചര്യമായിരിക്കും ഇവിടെ തുടരുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്ലാൻ ഇപ്രകാരമാണ്. അദ്ദേഹം ആദ്യം ഇവിടെ തിരുനെല്ലി ക്ഷേത്രത്തിലെ സത്രത്തിലേക്കാണ് ആദ്യം പോവുക. അവിടെ അദ്ദേഹത്തിനെ സ്വീകരിക്കാനുള്ള ദേവസ്വത്തിന്റെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുടെയും സംഘം തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയം അവിടെ വിശ്രമിച്ച് വസ്ത്രം മാറിയതിനു ശേഷം തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ആദ്യം ക്ഷേത്രത്തിന് മുമ്പ് നാലമ്പലത്തിന് മുൻപിൽ വെച്ച് മേൽശാന്തി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. പാപനാശം ഈ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3/4 കിലോമീറ്റർ ദൂരമാണ്. അവിടെയാണ് ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ ചെയ്യുന്നത്. പിതൃതർപ്പണ ചടങ്ങുകളും പിതൃപൂജയുമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്യുന്നത്. ഈ ചടങ്ങുകളെല്ലാം തന്നെ പാപനാശത്തിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രാർത്ഥനകൾ നടത്തും. തുടർന്ന് പ്രസാദം അവിടെ നിന്നാണ് സ്വീകരിക്കുക എന്നാണ് അറിയാനാകുന്നത്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറിലധികം സമയം, ഏറ്റവും ചുരുങ്ങിയത്, ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്നും 3/4 കിലോമീറ്റർ ദൂരമുള്ള പാപനാശത്തിലേക്ക് കാൽനടയായിട്ട് തന്നെ വേണം പോകുവാൻ. ഈ സ്ഥലം മുഴുവൻ, അതായത് ക്ഷേത്രവും പാപനാശവും അതിലേക്കുള്ള വഴികളും എല്ലാം തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും പോലീസിന്റെയും SPGയുടെയും വലയത്തിലാണ് ഉള്ളത്. വലിയ ഒരു സംഘ പോലീസ് തന്നെ ഇതിനായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. ഒരു തരത്തിലുള്ള മറ്റൊരു ഈ കൃത്യമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം തിരിച്ചറിയൽ പാസുകളുള്ളവർ ജീവനക്കാർക്ക് പോലും അത്തരത്തിലാണ് പ്രവേശനം നൽകിയിട്ടുള്ളത്. പുറമേ നിന്നുള്ള ഭക്തരെ എല്ലാം തന്നെ ഈ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു. എന്താണെങ്കിലും വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഈ തിരുനെല്ലി ക്ഷേത്രത്തിൽ ഇത്രയും അധികം സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് തിരുനെല്ലി ഏറെ വൈകാരികമായ ഒരു പ്രത്യേകതകളുള്ള സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, 1991 അദ്ദേഹത്തിന്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം തിരുനെല്ലിയിൽ നിമജ്ജനം ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഇവിടെ എത്തി തന്റെ പിതൃക്കൾക്ക് ബലി തർപ്പിക്കുന്ന ചടങ്ങ്, തർപ്പണം ചെയ്യുന്നൊരു ചടങ്ങിനായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ഹെലിപാഡിൽ അല്പസമയം മുമ്പ് പ്രത്യേക ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയിരുന്നു. അവിടുന്ന് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ രാഹുൽ ഗാന്ധി തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോഴേക്ക് നമുക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മനു ഭരത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ബത്തേരിയിലേക്കാകും രാഹുൽ ഗാന്ധി പോവുക. അവിടെ സെന്റ് മേരീസ് ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമെന്നാണ് അറിയുന്നത്. അവിടെ നിന്നും മനു ഭരത് ചേരുന്നു. മനു, ക്ഷേത്ര ദർശനത്തിന് ശേഷമാകും ബത്തേരിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുക. വയനാട്ടിൽ ഏതൊക്കെ ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി ഇന്ന് എത്തുന്നുണ്ട്? ബത്തേരിയിൽ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? രേണുക, ബത്തേരി രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി തയ്യാറായി കഴിഞ്ഞതിന്റെ കാഴ്ചകൾ ബേസിലിനെ പോലെയുള്ള ആളുകൾ
ഹെയ്റ്റ് എന്ന് അല്ലേ ബേസ്? അതെ, ഞങ്ങൾ രാഹുലിന് പിന്തുണ അർപ്പിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയിൽ ഞങ്ങൾക്ക് വളരെ വലിയ പ്രതീക്ഷകളുണ്ട്. വയനാട്ടിൽ വൻ വിജയം ഉണ്ടാകും. രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. മോളുടെ പേരെന്താ? മോളും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടാണോ ഇങ്ങനെ ഹെയ്റ്റ്? സ്നേഹമാണ് വലുത് അല്ലേ? ഓക്കെ, എന്താ പേര്? അബിയ. രേണുക, ഇതാണ് കാഴ്ച. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായുള്ള ആൾക്കൂട്ടം എത്തിത്തുടങ്ങുന്നു. നല്ല വെയിലുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ചില ആളുകളൊക്കെ തന്നെ കസേരയെടുത്ത് അവർ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പലരും തൊപ്പിയും ഇതെല്ലാം എടുത്തിരിക്കുന്നു. അതുപോലെ വലിയ സ്ത്രീ പങ്കാളിത്തം. രാഹുൽ ഗാന്ധി എന്ത് സംഭവിക്കുമെന്നാണ് തോന്നുന്നത്? രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര ശതമാനം വോട്ടുകൾക്ക് വിജയിക്കും? 100%. എത്ര വോട്ട് കിട്ടും ഭൂരിപക്ഷം? 5 ലക്ഷം വരെ പ്രതീക്ഷിക്കുന്നു. അതാണ് രേണുക, വലിയ ആവേശത്തിൽ ആൾക്കൂട്ടം. 5 ലക്ഷത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കും രാഹുൽ എന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. നമുക്ക് കാണാൻ കഴിയുന്ന വേദി, ആ വേദി രാഹുലിന് വേണ്ടി സജ്ജമായിരിക്കുന്നു. 11 മണിയോടുകൂടി രാഹുൽ ഗാന്ധി ഇതിന് പുറകിലുള്ള ഹെലിപാഡിൽ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഇവിടുത്തെ പൊതുയോഗത്തിൽ ആളുകളെ അഭിസംബോധന ചെയ്യുക. പിന്നീട് രാഹുൽ ഗാന്ധി ഒരു അല്പം വിശ്രമിക്കുകയും ചെയ്യും. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയെ കാണാനായി ആളുകൾ ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഒട്ടനവധി ആളുകളുടെ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? നായക്കട്ടിയിൽ നിന്ന് വരുന്നു. ഷാഫി, എന്റെ ക്യാമറമാൻ ഷാഫി ഇപ്പോൾ നമുക്ക് കുറച്ച് വിവരങ്ങൾ ആളുകളിൽ നിന്ന് ശേഖരിക്കാം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? മൂലങ്കാവ്, ഇവിടെ അടുത്താണ്. രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ലീവ് എടുത്ത് ഇവിടെ നിൽക്കുന്നു. രാവിലെ നേരത്തെ. ഓക്കെ, എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധി ഏത് തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കും? രാഹുൽ ഗാന്ധി എന്തായാലും വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. നായിക്കട്ടിൽ നിന്ന് വരുന്നു. എത്ര വയസ്സായി? 82 വയസ്സ്. 82 വയസ്സിലും തികഞ്ഞ ആവേശത്തോടു കൂടിയാണ്. മടപൂര് പേര്? മടപൂര്. ശരി, വടക്കനാട് വരിക. വൻ ഭൂരിപക്ഷത്തോടെ പുള്ളി ജയിക്കണം. വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ എത്തിയിരിക്കുന്നു. നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂർ. എവിടുന്നാ വരുന്നത്? പടിഞ്ഞാത്തറ. 5 ലക്ഷം ഭൂരിപക്ഷം. 5 ലക്ഷം ഭൂരിപക്ഷം. പടിഞ്ഞാത്തറ വയനാട് ഏരിയല്ലോ, ഡാമിന്റെ ഏരിയ. രേണുക, അതാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം. രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ ഇവിടെ നിന്ന് വിജയിക്കും. ഒരു താരപരിവേഷത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ഇവിടെ പരിചയപ്പെടുത്തുകയും. ബത്തേരിയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന സെന്റ് മേരീസ് ഗ്രൗണ്ടിലാണ് മനു ഭരത്തുള്ളത്. ഇപ്പോൾ തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആളുകൾ അവിടെ എത്തിയിരിക്കുന്നു. രാഹുലിനായി കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുന്നു. കനത്ത ചൂടിനെ അവഗണിച്ചും ആളുകൾ വലിയ ആവേശത്തോടെ രാഹുലിനെ കാത്തിരിക്കുകയാണ്. തിരുനെല്ലി SAUP സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെത്തിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഗസ്റ്റ് ഹൌസിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് വേഷം മാറി അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഗസ്റ്റ് ഹൌസിൽ എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുമോ? രേണുക, അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി തിരുനെല്ലി ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ എത്തിച്ചേർന്നു. ഇവിടെ എത്തിയ അദ്ദേഹത്തെ ദേവസ്വം അധികൃതരും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. അദ്ദേഹം ഇപ്പോൾ ദേവസ്വം ഗസ്റ്റ് ഹൌസിലെ പ്രത്യേക മുറിയിലാണ് ഉള്ളത്. ഇവിടെ നിന്നും അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് വേണ്ട രീതിയിൽ വസ്ത്രധാരണം ചെയ്യും. തുടർന്ന് അദ്ദേഹം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഗസ്റ്റ് ഹൌസിൻ്റെതാണ്. ഈ വഴി, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വഴിയിലൂടെ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ഏതാണ്ട് 1 മണിക്കൂറോളം, 3/4 മണിക്കൂറെങ്കിലും ചുരുങ്ങിയ സമയം വേണം ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാനായിട്ട് വേണ്ടത്. അദ്ദേഹം ആദ്യം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് നാലമ്പലത്തിന് മുന്നിൽ വെച്ച് മേൽശാന്തിയിൽ നിന്നും പ്രത്യേക പ്രാർത്ഥനകൾ കൈക്കൊള്ളും. നമുക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. പിതൃപൂജയും പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. പ്രത്യേക പ്രാർത്ഥന കൈക്കൊണ്ട ശേഷം അദ്ദേഹം തിരുനെല്ലിയിലെ പാപനാശിനിയിലാണ് തിരുനെല്ലിയിലെ പ്രധാനപ്പെട്ട തർപ്പണ കേന്ദ്രമാണ്. പാപനാശിനിയിലാണ് അദ്ദേഹം ഈ തർപ്പണ ചടങ്ങുകൾ
ചടങ്ങുകളും പൂജാ ചടങ്ങുകളും എല്ലാം തന്നെ നടക്കുന്നത്. അവിടെ ഏകദേശം ക്ഷേത്രത്തിൽ നിന്ന് 3/4 കിലോമീറ്റർ ദൂരം കാൽനടയായി തന്നെ വേണം ഈ മേഖലയിലേക്ക് എത്തിച്ചേരുവാൻ. അവിടേക്ക് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി രാഹുൽ ഗാന്ധി ചെല്ലും. തുടർന്ന് തർപ്പണ ചടങ്ങുകളും പൂജകളും പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തും. അതിനുശേഷമാണ് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രാർത്ഥനകൾ നടത്തുകയും പ്രസാദം സ്വീകരിക്കുകയും ചെയ്യുക. അതിനുശേഷം അദ്ദേഹം ഈ കാണുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ തിരിച്ചെത്തി ഇവിടെ നിന്നും പ്രസാദം സ്വീകരിച്ച ശേഷം അല്പസമയം ഇവിടെ ചെലവഴിക്കും എന്നാണ് ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സമയക്രമങ്ങൾക്കനുസരിച്ച് അത് മാറാനും സാധ്യതയുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം ഉമ്മൻചാണ്ടി ഇപ്പോൾ സത്രത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഉമ്മൻചാണ്ടി അടക്കമുള്ള ഉന്നത നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. KC വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും ACC നേതാവ് തങ്കവേലുവും ആണ് അദ്ദേഹത്തെ പാപനാശത്തിലേക്കും ക്ഷേത്രത്തിലേക്കും അനുഗമിക്കുക എന്നാണ് നമുക്ക് ആദ്യം ലഭ്യമായി വരും. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം ഉള്ളത്. അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ക്ഷേത്രപ്രവേശത്തിനായി പ്രധാന നേതാക്കളൊക്കെയും അദ്ദേഹത്തിനോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുമെന്നാണ് തോന്നുന്നത്. അനുമോദ്, നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയ ദിവസം തന്നെ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അന്ന് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇന്ന് രാഹുൽ ആഗ്രഹിക്കുന്ന തരത്തിൽ പൂജാകർമ്മങ്ങളൊക്കെയും ചെയ്ത് ക്ഷേത്രത്തിൽ തങ്ങുന്നതിനുള്ള കാര്യമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? അതെല്ലാം സാധ്യമാകുന്ന തരത്തിലാണോ ഇന്ന് കാര്യങ്ങൾ? രേണുക, തിരുനെല്ലിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളുമാണ് ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്ന ദിവസം തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇവിടെ പ്രത്യേക പൂജകൾ, ഉദയാസ്തമന പൂജ അടക്കമുള്ള പ്രത്യേക പൂജകൾ ഇവിടെ നടത്തിയിരുന്നു. അന്ന് ഇവിടേക്ക് അദ്ദേഹത്തിന് പക്ഷേ എത്തിച്ചേരാൻ കഴിയാത്തതിൻ്റെ കാരണം പ്രധാനമായിട്ടും സമയക്രമവും പിന്നെ SPGയുടെ സുരക്ഷാ നിർദ്ദേശങ്ങളും തന്നെ ആയിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ക്ഷേത്ര ദർശനമാണ്. കാരണം ഒന്ന്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് ഇവിടെയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വൈകാരികമായ ഒരു അടുപ്പമുള്ള ഇടം കൂടിയാണ് ഈ തിരുനെല്ലി. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി തൻ്റെ പ്രചരണം നടത്തുന്നതിന് മുൻപ് ഈ പിതൃതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്നത് ഇതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹം കൂടിയാണെന്നാണ് അത് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിന് തക്ക സജ്ജീകരണങ്ങൾ, അതായത് രാഹുൽ ഗാന്ധിക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലിയ സുരക്ഷ നൽകിക്കൊണ്ടുള്ള സജ്ജീകരണങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിലും പരിസരത്തെ പ്രദേശങ്ങളിലും പോലീസും SPGയും എല്ലാം തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ SPGയുടെ സംഘം, ഇവിടെ പ്രത്യേക സംഘം നിലയുറപ്പിച്ചിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ SPGയുടെയും സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രധാന പാതയിൽ നിന്ന്, അതായത് ക്ഷേത്രത്തിലെ പ്രധാന പാതയുടെ ഇരുവശവുമായിട്ടാണ് ബാരിക്കേഡുകൾ തീർത്ത് എല്ലാവരെയും നിയന്ത്രിച്ചിട്ടുള്ളത്. മാധ്യമങ്ങൾക്ക് ഒരു ബാരിക്കേഡും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകർക്ക് 50ഓളം പ്രവർത്തകർ അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കുവാനും എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുത്ത ഈ 50ഓളം പ്രവർത്തകർക്ക് മറ്റൊരു ബാരിക്കേഡ് തീർത്ത് അവിടെയുമാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഇന്ന് 9:30 മുതൽ, അതായത് രാഹുൽ ഗാന്ധി ഇവിടെ എത്തിച്ചേർന്ന സമയം മുതൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുന്നതിൽ ഏറെ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. വലിയ പരിശോധനകൾക്ക് ശേഷം ബോംബ്, മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിച്ച ശേഷമാണ് ഓരോരുത്തരെയും കടത്തിവിട്ടിരിക്കുന്നത്. ഇനി രാഹുൽ ഗാന്ധി തിരിച്ചു പോയതിനു ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്കും പാപനാശിനിയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും സാധാരണ ജനങ്ങൾക്ക്, ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുവാൻ മാധ്യമങ്ങൾക്കും നിയന്ത്രണമുണ്ട്. രാഹുൽ ഗാന്ധി ഇതൊരു തൻ്റെ സ്വകാര്യമായ ചടങ്ങാണെന്നതുകൊണ്ട് മാധ്യമങ്ങൾ കൂടുതൽ അനുഗമിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം ഉന്നയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അക്കാരണത്താൽ മാധ്യമങ്ങളെ ക്ഷേത്രത്തിനുള്ളിലേക്കോ പാപനാശിനിക്ക് അടുത്തേക്കോ പ്രവേശിക്കുന്നതിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താ ഏജൻസി ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പുറത്തിറങ്ങാനായി എന്നാണ് നമുക്ക് ലഭ്യമെന്ന സൂചന. നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ കാത്തു നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഗസ്റ്റ് ഹൗസിൽ നിന്നും ക്ഷേത്രത്തിലേക്കും തുടർന്ന് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം അതിൽ ആദ്യം ക്ഷേത്ര ദർശനം പിന്നീട് പാപനാശത്തിലേക്ക് പോകുക എന്നതാണോ? എങ്ങനെയാണ് അതിന്റെ ആ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? അതോ
പാപനാശത്ത് പോയതിനു ശേഷമായിരിക്കുമോ ക്ഷേത്ര ദർശനം? രേണുക, ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തിറങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി ആദ്യം ക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുക. രാഹുൽ ഗാന്ധി വെളുത്ത മുണ്ടും കസവ് ഷാളും ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. PC വിഷ്ണുനാഥും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഉന്നത AICC നേതാക്കളും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പടികൾ നടന്നു കയറുകയാണ്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. വെള്ള കസവ് മുണ്ടെടുത്ത് കസവ് ഷാൾ പുതച്ച് രാഹുൽ ഗാന്ധി തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പടികൾ കയറുകയാണ്. അദ്ദേഹത്തെ വാദ്യഘോഷത്തോടെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൽ ദേവസ്വം അധികൃതരും എതിരേൽക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇപ്പോൾ പോവുക ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്കാണ്. അതായത് നാലമ്പലത്തിന് പുറത്താണ്. അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് കയറുകയില്ല. ക്ഷേത്രത്തിന് പുറത്ത് വെച്ച് അദ്ദേഹത്തിന് മേൽശാന്തി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. അതിനുശേഷം അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ നിന്നും 3/4 കിലോമീറ്റർ അകലെയുള്ള പാപനാശത്തിലേക്ക് കാൽനടയായി നടന്ന് പോകും. അവിടെയാണ് പിതൃതർപ്പണ ചടങ്ങുകളും പിതൃപൂജയും എല്ലാം തന്നെ ചെയ്യുക. അതായത് വിശ്വാസപ്രകാരം തൻ്റെ പിതാക്കന്മാർക്ക്, തൻ്റെ മുൻ തലമുറയ്ക്ക് മോക്ഷം ലഭിക്കുവാൻ ഈ തിരുനെല്ലിയിലെ ഈ പൂജ കൊണ്ട് സാധിക്കുമെന്നാണ് വിശ്വാസപ്രകാരം കരുതുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മ നിമഞ്ജനം ചെയ്ത ഈ സ്ഥലത്ത് തർപ്പണ ചടങ്ങുകൾ നൽകുന്നത് തികച്ചും തൻ്റെ അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഒരു മകന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന രീതിയിൽ തന്നെയാണ് വിശ്വാസികൾ ഇത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇവിടെ മാധ്യമങ്ങളോട് കാണുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. രാഹുൽ ഗാന്ധി തിരുനെല്ലി ക്ഷേത്ര ദർശനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വയനാട്ടിലെ പരിപാടികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുക. എൻ്റെ തറവാട്ടിൽ ഞാൻ അറിയാതെയും മരിച്ചവരുടെ എല്ലാ പ്രേതങ്ങളെയും ശ്രീ തിരുനെല്ലി പെരുമാൾ ഈശ്വരന്റെ ശ്രീപാദത്തോട് ചേർത്ത് മോക്ഷം വരുത്തി തരണം. സന്തതിയും സമ്പത്തും ദീർഘായുസ്സും വരുത്തി തരണം. വരുത്തി തരണം. സ്വാമി സമസ്താപരാധം. You are supposed to do yes. രാഹുൽ ഗാന്ധി തിരുനെല്ലി ക്ഷേത്രം സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന് വൈകാരികമായി ഏറെ അടുപ്പമുള്ള ക്ഷേത്രമാണ്. അച്ഛൻ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത തിരുനെല്ലി ക്ഷേത്രത്തിൽ ബലിയർപ്പിച്ച ശേഷം ആണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ വയനാട്ടിലെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത്. അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി
പാപനാശത്തേക്കാണ് അദ്ദേഹം എത്തുക. അവിടെ നിന്ന് തിരിച്ചു വന്ന് ക്ഷേത്ര ദർശനം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുക. ഏതാണ്ട് 3/4 മണിക്കൂറോളം അദ്ദേഹം ക്ഷേത്രത്തിൽ ചെലവിടും എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം പാപനാശിനി കരയിലേക്ക് പിതൃതർപ്പണത്തിനായി നീങ്ങുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്തി അവിടെ നിന്നും മടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസ് നേതാക്കളും ഉണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അന്ന് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇന്ന് വയനാട്ടിൽ പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തിരുനെല്ലി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പാപനാശിനി കരയിലേക്ക് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തത് തിരുനെല്ലി ക്ഷേത്രത്തിലാണ്. തിരുനെല്ലിയിലെ പാപനാശിനി കരയിലാണ്. അവിടെ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി രാഹുൽ ഗാന്ധി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചെത്തി അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തി തിരുനെല്ലിയിൽ നിന്ന് മടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 3/4 മണിക്കൂറോളം അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ചെലവിടും എന്ന് കണക്കാക്കുന്നു. അതിനുശേഷം ബത്തേരിയിലേക്കാകും രാഹുൽ ഗാന്ധി പോകുക. അവിടെയാണ് ആദ്യ പ്രചാരണ പരിപാടി തുടങ്ങുന്നത്. വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ തന്നെ ക്ഷേത്ര ദർശനത്തിനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അന്ന് സുരക്ഷാ കാരണങ്ങളാൽ അതിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇന്ന് കനത്ത സുരക്ഷയിലാണ് തിരുനെല്ലി ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ആകെ തന്നെ. വയനാട്ടിൽ ഇന്ന് പ്രചാരണ പരിപാടികളിൽ രാഹുൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. വയനാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽപ്പെട്ട മണ്ഡലങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയെ ആകെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ്. തിരുനെല്ലി ക്ഷേത്രം പ്രത്യേകിച്ചും വലിയ സുരക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ സുരക്ഷാ കാരണങ്ങളാൽ സന്ദർശനാനുമതി നിഷേധിച്ചിരുന്നതുകൊണ്ട് തന്നെ തിരുനെല്ലി ഇതുവരെ ഒന്നും കാണാത്ത തരത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ്. ഇപ്പോൾ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി രാഹുൽ ഗാന്ധി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിൽ എത്തി അവിടെ ചില ചടങ്ങുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പാപനാശിനി കരയിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി രാഹുൽ ഗാന്ധി പോകുന്നത്. ക്ഷേത്രത്തിലെ ഭാരവാഹികളൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി SPG സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ക്ഷേത്രത്തിലും തിരുനെല്ലി SAUP സ്കൂൾ മൈതാനിയിലും എത്തി ഇന്നലെ തന്നെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയുണ്ടായി. SPG ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. കനത്ത സുരക്ഷയിലാണ് വയനാട്, പ്രത്യേകിച്ച് തിരുനെല്ലി ക്ഷേത്രവും പരിസരവും. വൈകാരികമായി തന്നെ ഏറെ അടുപ്പമുള്ള ക്ഷേത്രമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തത് തിരുനെല്ലിയിലാണ്. അവിടെ പിതൃതർപ്പണ ചടങ്ങുകൾക്കായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ ഇന്നാണ് തുടങ്ങുന്നത്. അതിനു മുന്നോടിയായാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ദർശനം. രാഹുൽ ഗാന്ധി തിരുനെല്ലി ക്ഷേത്രം സന്ദർശിക്കുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം പിതൃതർപ്പണ ചടങ്ങുകൾക്കായി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തിയതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി. ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തി അവിടെ നിന്നും മടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വയനാട്ടിൽ നിരവധി പ്രചാരണ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. വയനാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒപ്പം തന്നെ അതിന് പുറത്തുള്ള മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി എത്തുകയും പ്രസംഗിക്കുകയും ചെയ്യും. വലിയ തിരക്കുള്ള ഷെഡ്യൂളാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ രാഹുൽ ഗാന്ധി ഇന്നലെ നിരവധി പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്നത്തെ പ്രചാരണ പരിപാടികൾക്കായി വയനാട്ടിൽ എത്തിയിരിക്കുന്നത്. രാവിലെ കണ്ണൂരിൽ അവലോകന യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തിരുനെല്ലിയിലേക്ക് എത്തിയിരിക്കുന്നത്. തിരുനെല്ലി SAUP സ്കൂൾ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിലാണ് 10 മണിയോടെ രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നത്. അവിടെ നിന്ന് വാഹനത്തിൽ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പഞ്ചതീർത്ഥം വിശ്രമ മന്ദിരത്തിലേക്ക് അദ്ദേഹം എത്തി. അവിടെ വസ്ത്രം മാറി ക്ഷേത്രദർശനത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തി. അവിടെ ചില ചടങ്ങുകൾ പൂർത്തിയാക്കി. അതിനുശേഷം ഇപ്പോൾ പാപനാശിനിക്കരയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിതൃതർപ്പണം നടത്തി അദ്ദേഹം മടങ്ങും. ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചധികം ദൂരം നടന്നു വേണം പിതൃതർപ്പണം നടക്കുന്ന പാപനാശിനിക്കരയിൽ എത്താൻ. ചുറ്റും വനമാണ്. അതിനുള്ളിലൂടെ നടന്നു വേണം പാപനാശിനിക്കരയിൽ എത്താൻ. അവിടേക്കുള്ള യാത്രയിലാണ് രാഹുൽ ഗാന്ധി. കനത്ത സുരക്ഷയാണ് ക്ഷേത്രത്തിലും പരിസരത്തും ഈ പാപനാശിനിക്കരയിലും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ CV അനുമോദ് തന്നെ അവിടെ നിന്ന് ചൂണ്ടിക്കാട്ടിയതുപോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹങ്ങളിലാണ് ഇപ്പോൾ തിരുനെല്ലി ക്ഷേത്രവും പരിസരവും. നേരത്തെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള അനുമതി നിഷേധിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പാപനാശിനിക്കരയിൽ എത്തിയിരിക്കുന്നു. ഇവിടെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് കാണാം. രാഹുൽ ഗാന്ധിക്ക് വൈകാരികമായി ഏറെ അടുപ്പമുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി. പീഠം ഒരുക്കുന്ന സ്ഥലം തിരുനെല്ലി ഭഗവാന്റെ വിഷ്ണുപാദം സ്മരിക്കുക. ഗോകർണ സേതവും ഗോകർണ സേതവും ഹിമവാൻ സോമേശ്വര ശ്രീരംഗ അനന്തകന്യ കാശി കുരുക്ഷേത്ര സദാ നമസ്തേ അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാപതീശ്ചൈവ സപ്തൈതേ മോക്ഷദായക. ഇവിടെ കയ്യിൽ അതിലെ കുടുംബത്തിലെ എല്ലാ പിതൃക്ക് 7 തലമുറയിൽപ്പെട്ട എല്ലാ പിതൃക്കെ ആവാഹിക്കുന്ന സമസ്ത പിതൃക്കെ ആവാഹിക്കുന്ന പിതരം അംഗീരസഗോത്രയെ വസുരുദ്രാദിത്യരൂപം ജ്യേഷ്ഠാദി കനിഷ്ഠാദി ഉഭയകുല സർവോദിഷ്ട പിതൃണാ ശ്രീപാദേ ആവാഹയാമി.
3 times. Narayana, Narayana, Narayana. Okay. Jump, stand. Water. 3 times. Narayana, Narayana, Narayana. Close. Narayana, Om Namo Narayanaya, Om Namo Narayanaya, Om Namo Narayanaya. Mix. Take some spice for your father. Sabidan. Pitaram, Angerasabotram, Vasudipam, Rajiv Gandhi Namadhayam, Pindam Upatishthadu, 2 times. Narayana, Narayana. For your grandfather, father's father. Pitamaham, Angirasagotram, Rudrarupam, Namadayam, Pindamapatishthadu, 2 times. Narayana, Narayana. Take some rice for grandmother. Pitamahi, Angirasagotram, Rudradevi, Indira Gandhi Namadayam, Pindamapatishthadu. Rice for your mother's father. Matamaham, Angirasagotram, Rudrarupam, Namadayam, Pindamapatishthadu. 2 times. For mother's father, mother's mother. Mother's mother. She's alive. No, not only. Is it? All together. Pitaram, Angirasagotram, Vasudipam, Jesthadi, Kanisthadi, Ubhayakula, Sarvodishta, Pitranam, Samasta Pitranam, Jnata, Atnyata, Pindam, Upatishthadu, 2 times. For Tirunelli, Sakyadrau, Amalaka Kshetre, Devadevesaya, Vishwesham, Devanam, Pindam, Swatanama. അച്ഛൻ്റെ അമ്മയുടെ കുടുംബങ്ങളിൽ പെട്ടതും അതുപോലെ നമുക്ക് സുഹൃത്തുക്കളെ പറ്റുന്നവർ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ബന്ധുവർക്കൊക്കെ വേണ്ടി ഈശാന വിഷ്ണു കമലാസന കാർത്തികേയ വന്യത്രയാസ രജനീശ ഗണേശ്വരാണ കൗഞ്ചാമുനീന്ദ്ര കലശോത്ഭവ കാശ്യപാണാം പാദം നമാമി ശിരസ പിതൃമുക്തിഹേതോ ബ്രഹ്മണേയേ പിതൃവംശജാത മാതൃസ്ഥ വംശ ഭവാമഹീയ വംശദ്വയസ്മിൻ മമ ദാസഭൂത മിത്രാണി സഖ്യ പശുപക്ഷിവൃക്ഷ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരോയേ മമ സംഗതശ്ച തേഭ്യസ്വധ പിണ്ഡമഹം ദധാമി. ഇന്ത്യയിലെ പട്ടാളക്കാർക്ക്
എല്ലാവർക്കും എടുത്ത് സങ്കല്പിച്ച് നാരായണ നാരായണ കൊണ്ടുവന്ന് എല്ലാ നാരായണ നാരായണ. രാഹുൽ ഗാന്ധി തിരുനെല്ലിയിലെ പാപനാശിനി കരയിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തുകയാണ്. ക്ഷേത്രത്തിലെത്തി പൂജകൾക്ക് ശേഷം അദ്ദേഹം പിതൃതർപ്പണ കരയിലേക്ക് എത്തുകയായിരുന്നു. പാപനാശിനി കരയിലെത്തി പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വൈകാരികമായി വളരെ അടുപ്പമുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത് ഇപ്പോൾ. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തി. അവിടെ നിന്ന് പിന്നീട് ബത്തേരിയിലേക്ക് പ്രചാരണ പരിപാടികൾക്കായി മടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 15 മിനിറ്റിലധികമായി അദ്ദേഹം ക്ഷേത്രത്തിൽ ഇപ്പോൾ ചെലവഴിക്കുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായി തിരുനെല്ലിയിൽ ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ ക്ഷേത്ര ദർശനത്തിന് അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ പ്രചാരണത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലെത്തണം എന്ന രാഹുലിന്റെ ആവശ്യപ്രകാരമാണ് ഇന്ന് ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളത്. കനത്ത സുരക്ഷയിലാണ് ക്ഷേത്രവും പരിസരവും. ഒപ്പം വയനാട്ടിൽ ഇന്ന് അദ്ദേഹം പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇടങ്ങളിലെല്ലാം കനത്ത സുരക്ഷയൊരുക്കിയിരിക്കുന്നു. മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് ക്ഷേത്ര ദർശനം. ഇപ്പോൾ പിതൃതർപ്പണ ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നാരായണ നാരായണ പിതാ പീഠം ഒരുക്കുന്ന സമയം തിരുനെല്ലി ഭഗവാന്റെ വിഷ്ണുപാദം സ്മരിക്കുക. ഇപ്പോൾ പിതൃതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി രാഹുൽ അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങുകയാണ്. അച്ഛൻ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത തിരുനെല്ലി ക്ഷേത്രത്തിൽ ബലിയർപ്പിച്ച ശേഷം രാഹുൽ ഗാന്ധി പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം അവിടെ നിന്നും മടങ്ങുകയാണ്. പാപനാശിനി കരയിൽ നിന്നും മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. CV അനുമോദ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, പിതൃതർപ്പണ ചടങ്ങുകൾ രാഹുൽ ഗാന്ധി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ക്ഷേത്ര ദർശനത്തിന് ശേഷം ആയിരിക്കുമോ അദ്ദേഹം പുറത്തേക്ക് വരിക? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, പാപനാശിനി കരയിൽ നിന്നും അദ്ദേഹം നേരെ നടന്നെത്തുക ക്ഷേത്രത്തിലേക്കാണ്. നാലമ്പലത്തിനുള്ളിൽ അദ്ദേഹം പ്രവേശിക്കും. നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് അദ്ദേഹം ശ്രീകോവിലിൽ വലം വെച്ച് തൊഴും. അതിനുശേഷം മേൽശാന്തിയിൽ നിന്നും പ്രത്യേക പൂജകൾ ചെയ്തതിന്റെ പ്രസാദം ഏറ്റുവാങ്ങും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സാധാരണ ഈ തർപ്പണ ചടങ്ങുകൾ എത്തുന്നവരെല്ലാം തന്നെ പിതൃതർപ്പണം നടത്തിയ ശേഷം, അതായത് പാപനാശിനിക്കരയിൽ പിതൃതർപ്പണം നടത്തിയ ശേഷം ശുദ്ധി വരുത്തിയാണ് ക്ഷേത്രത്തിനുള്ളിൽ, നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് ഇവിടെ പാപനാശിനിയിൽ പിതൃതർപ്പണവും നടത്തിക്കഴിഞ്ഞാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം. ഈ ഒരു ബ്രഹ്മാവിൻ്റെ സാന്നിധ്യമുള്ള ക്ഷേത്രം എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിരവധി വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും ഇത് വളരെ വൈകാരികമായ അടുപ്പമുള്ള ഒരു പ്രദേശമാണ്. നേരത്തെ അല്ല നമ്മൾ പറഞ്ഞതുപോലെ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം ഇവിടെ ആണ് നിമജ്ജനം ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിതൃതർപ്പണ ചടങ്ങുകൾ ഇവിടെ പൂർത്തിയാക്കുന്നതിൽ രാഹുൽ
രാഹുലിന് വ്യക്തിപരമായിട്ട് ഏറെ വൈകാരികമായ താല്പര്യവും അതിൻ്റെ ഒരു സംതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. എന്താണെങ്കിലും ഇനി അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ 3/4 കിലോമീറ്റർ അകലെയാണ് പാപനാശിനിക്കര. അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് നടന്നെത്തി ക്ഷേത്രത്തിനുള്ളിൽ നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് അവിടെ പ്രത്യേക പൂജകൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി. ആ പൂജകളുടെ പ്രസാദം ഏറ്റുവാങ്ങി അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങും. ഏതാണ്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പൂജകളും പ്രസാദവും എല്ലാം ഏറ്റുവാങ്ങി ഈ പടിക്കെട്ടുകളിലൂടെ നടന്നിറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാനാകുന്നത്. അതായത് മുൻ നിശ്ചയിച്ച പ്രകാരം വലിയ കാലതാമസമില്ലാതെ തന്നെ അദ്ദേഹം ഇവിടെ നിന്നും ബത്തേരിയിലേക്ക് പുറപ്പെടും. അതിന് വേണ്ട രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ മറ്റൊരു ഭക്തർക്കും ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. രാഹുൽ ഗാന്ധി മാത്രമാണ് ഇപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ ഉള്ള ഏക രാഹുൽ ഗാന്ധി ഉള്ളത്. ഇനി അദ്ദേഹം ഇവിടെ നിന്നും യാത്ര തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഹെലിപ്പാഡിൽ എത്തിയ ശേഷം മാത്രമായിരിക്കും ഇവിടുത്തെ നിയന്ത്രണങ്ങൾ ഈ കാണുന്ന സജ്ജീകരണങ്ങളെല്ലാം തന്നെ പോലീസും SPG നീക്കം ചെയ്യുകയുള്ളൂ. ഇതോടെ മാത്രമാവും തിരുനെല്ലി സാധാരണഗതിയിലേക്ക് തിരിച്ചെത്തുക. നേരത്തെ രാഹുൽ ഗാന്ധി തിരുനെല്ലി ക്ഷേത്രം സന്ദർശിക്കാൻ ആദ്യം മുതലേ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിവസം ആവശ്യത്തിന് സുരക്ഷ നൽകാൻ സാധിക്കില്ലെന്ന് പോലീസ് അറിയിച്ചതിൻ്റെ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത് പ്രചാരണത്തിന് വരുന്ന സമയത്ത് ഇത് തിരുനെല്ലിയിലേക്ക് എത്താൻ സാധിച്ചത്. എന്നാണെങ്കിലും വലിയ തോതിലുള്ള ഒരു പ്രവർത്തകരും രാഹുൽ ഗാന്ധിയെ കാണുവാൻ ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് തെരഞ്ഞെടുത്ത കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമാണ്. പക്ഷേ ഇതിനപ്പുറത്ത് പോലീസിന് നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ അധികം പേർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇതിന് മറ്റൊരു മാനം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ വിലയിരുത്താൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഉത്തരേന്ത്യയിൽ വയനാടിനെ ചൊല്ലി വലിയ വിമർശനങ്ങൾ BJP ഉയർത്തുന്നുണ്ട്. യോഗി ആദിത്യനാഥ് പാകിസ്ഥാനിലാണ് വയനാട് എന്നുവരെ അദ്ദേഹം ആരോപിച്ചിരുന്നു. ഒപ്പം തന്നെ ന്യൂനപക്ഷ ആധിപത്യ പ്രദേശമാണ് വയനാട് എന്ന തരത്തിൽ BJP നേതാക്കൾ പലതരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വയനാടിനെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ വരവിനെക്കുറിച്ചുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരണ രംഗത്തുമെല്ലാം തന്നെ വ്യാപകമായി ഉന്നയിക്കുന്നുണ്ട്. ഇതിന് എല്ലാം തന്നെ ഒരു മറുപടി എന്നുകൂടി നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം ഇത് വലിയ തോതിൽ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ തലം കൂടി രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തിനുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. രാഹുൽ ഗാന്ധിക്ക് വൈകാരികമായ വ്യക്തിപരമായുള്ള സന്ദർശനമാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ഒരു രാഷ്ട്രീയ മാനം നൽകുന്ന സന്ദർശനം കൂടിയാണ്. കാരണം ഉത്തരേന്ത്യയിൽ BJP നടത്തുന്ന ഇത്തരം പ്രചാരണങ്ങൾക്കുള്ള മറുപടിയായി രാഹുൽ ഗാന്ധിയുടെ തിരുനെല്ലി ക്ഷേത്ര സന്ദർശനവും തർപ്പണ ചടങ്ങുകളെല്ലാം ഒരുപക്ഷെ വലിയ തോതിൽ തന്നെ വ്യാഖ്യാനിച്ചേക്കാം, വിശകലനം ചെയ്തേക്കാം എന്നൊരു തലം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ വിലയിരുത്തേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തിനെ തുടർന്ന് അക്കാരണത്താൽ തന്നെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കും കൂടുതൽ പേർ എത്താനുള്ള സാധ്യതകളും നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ക്ഷേത്രത്തിനടുത്ത് എത്താനായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പാപനാശിനി കരയിൽ നിന്നും തർപ്പണ ചടങ്ങുകളും പിതൃപൂജയും നടത്തിയ ശേഷം അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിനടുത്തേക്ക് എത്താനായിരിക്കുന്നു. ഇനി ക്ഷേത്രത്തിൽ പ്രവേശിച്ച്, അതായത് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് പൂജകൾ കൈക്കൊണ്ട് മേൽശാന്തിയിൽ നിന്നും പ്രസാദം ഏറ്റുവാങ്ങിയ ശേഷമായിരിക്കും അദ്ദേഹം താഴേക്ക് തിരിച്ച് എത്തുക. ഒരു 20 മിനിറ്റുകൾക്കുള്ളിൽ, പരമാവധി 20 മിനിറ്റായിരിക്കും നമുക്ക് ഇതിനു വേണ്ടി വരിക എന്നാണ് ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കുന്നത്. വലിയ കാലതാമസം കൂടാതെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നിശ്ചയിച്ച പ്രകാരമുള്ള പരിപാടികളിൽ അല്പം വൈകുമെങ്കിലും ഏറെ കാലതാമസമില്ലാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രേണുക. അനുമോദ്, ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം വിശ്രമിച്ച ശേഷമായിരിക്കുമോ ബത്തേരിയിലേക്ക് പോവുക, അതോ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ഉടൻ തന്നെ അദ്ദേഹം ബത്തേരിയിലെ പ്രചാരണ പരിപാടിയിലേക്ക് നീങ്ങുമോ? ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക മുറി സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രം ഭാരവാഹികളുമായി രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ദർശനത്തിന് ശേഷം പ്രസാദവും പ്രഭാത ഭക്ഷണവും ഇവിടെ നിന്ന് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന ത്രിമധുരവും പായസം പോലെയുള്ള പ്രസാദങ്ങൾ അദ്ദേഹം ഈ ഗസ്റ്റ് ഹൗസിൽ വെച്ച് സ്വീകരിക്കും എന്നാണ് അറിയുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റാകും ഏറിയ സമയം ഇതിന് വേണ്ടി വരിക. അതിലധികം സമയം എന്താണെങ്കിലും ഇവിടെ അദ്ദേഹം ചെലവഴിക്കാനുള്ള
സാധ്യത കുറവാണ്. മേൽശാന്തിയിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം ഏറ്റുവാങ്ങി അത് സ്വീകരിച്ച് അല്പസമയം 5-10 മിനിറ്റോ അദ്ദേഹം ഒരുപക്ഷെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ പ്രത്യേക മുറിയിൽ ചെലവഴിച്ചേക്കാം. അതിനുശേഷം അദ്ദേഹം ബത്തേരിയിലേക്ക് തന്നെ മടങ്ങും. ആദ്യം അതും കൽപ്പറ്റയിൽ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ SALP സ്കൂളിലെ ഹെലിപ്പാഡിൽ നിന്നും അദ്ദേഹവുമായി ഹെലികോപ്റ്റർ പറന്നു വരും. ഇത് ഈ ബത്തേരിയിലെ സമ്മേളനം നേരത്തെ 11 മണിക്കാണ് നിശ്ചയിച്ചെങ്കിൽ അത് എന്താണെങ്കിലും അദ്ദേഹം എത്തുന്നതിന് ഇനി നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരു 11:45 കഴിയും. അതായത് 12 മണിയോടെ മാത്രമേ ബത്തേരിയിലേക്ക് രാഹുൽ ഗാന്ധി നിലവിലെ സമയക്രമം അനുസരിച്ച് നിലവിലെ സാഹചര്യം അനുസരിച്ച് എത്തിച്ചേരൂ എന്ന് നമുക്ക് ഇവിടുന്നും കണക്കാക്കാൻ സാധിക്കും. രേണുക. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പത്മതീർത്ഥ കരയിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാരത്തിലാണ് രാഹുൽ ഗാന്ധി. അതിനിടയിൽ അദ്ദേഹം പഞ്ചതീർത്ഥത്തിലും ഇറങ്ങി ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ക്ഷേത്ര കുളമാണ് പഞ്ചതീർത്ഥം. അവിടെ വിഷ്ണു ഭഗവാന്റെ തൃപ്പാദങ്ങളെ പ്രതീകാത്മകമായി ചിത്രീകരിച്ച് കൊത്തിവെച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പ്രധാന ആരാധനകൾ നടക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ആ പത്മതീർത്ഥത്തിലും ഇറങ്ങി ചടങ്ങുകൾ ചെയ്തതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പത്മതീർത്ഥ കരയിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് രാഹുൽ ഗാന്ധി. 2 വശവും വനമാണ്. ആ പാത പിന്നിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. അവിടെ എത്തി ബാക്കി ചടങ്ങുകൾ പൂജകൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി തിരുനെല്ലിയിൽ നിന്നും മടങ്ങുക. അവിടെ ഒരുപക്ഷെ അല്പസമയം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ചതിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി അവിടെ നിന്നും മടങ്ങുക. ബത്തേരിയിലേക്കാണ് രാഹുൽ ഗാന്ധിക്ക് പോകേണ്ടത്. വയനാട്ടിലെ പ്രചാരണ പരിപാടികൾ കൂടി തുടക്കം കുറിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയ രാഹുൽ ഗാന്ധിക്ക് വയനാട് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. അന്ന് റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയും നടന്നിരുന്നു. അതിനുശേഷം രാഹുൽ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ബത്തേരിയിലാണ് ആദ്യ പ്രചാരണ പരിപാടി നടത്തുന്നത്. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിലായിരിക്കും രാഹുൽ ഗാന്ധി. തിരുനെല്ലിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന രാഹുൽ ഗാന്ധി എത്തുക. അവിടെ പഴയ സ്റ്റേജ് മാറ്റി പുതിയ സ്റ്റേജ് ക്രമീകരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി. അവിടെയായിരിക്കും രാഹുൽ ഗാന്ധി സംസാരിക്കുക. നേരത്തെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾക്കായി വയനാട്ടിൽ ഈ സെന്റ് മേരീസ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടേക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധിയും എത്തുന്നത്. എന്നാൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാനല്ല, തനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ രാഹുൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ രാഹുലിൻ്റെ വരവിനുണ്ട്. അദ്ദേഹം ക്ഷേത്രത്തിലെ ബാക്കി പൂജകൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷം ബത്തേരിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വയനാട്ടിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കാനിരിക്കുകയാണ്. വയനാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ അതിനു പുറമേ ഉള്ള സ്ഥലങ്ങളിൽ കൂടി അദ്ദേഹം പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാടിനെ ഇളക്കിമറിക്കാൻ രാഹുൽ ഗാന്ധി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ ബത്തേരിയിൽ നിന്ന് മനു ഭരത് റിപ്പോർട്ട് ചെയ്തത് രാഹുൽ ഗാന്ധി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അവിടെ ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കി രാഹുൽ ഗാന്ധിയുടെ വരവിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ 5 ലക്ഷത്തിലും അധികം ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമെന്ന പ്രതീക്ഷ പലരും നമ്മോട് പങ്കുവച്ചിരുന്നു. ആ രീതിയിൽ വലിയൊരു വരവേൽപ്പിനായി UDF പ്രവർത്തകർ കാത്തിരിക്കുന്നു. വയനാട്ടിൽ പലയിടങ്ങളിലും രാഹുൽ ഗാന്ധി എത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ പ്രവർത്തകർ ഇപ്പോൾ തന്നെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രവർത്തകർ. തിരുനെല്ലി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം രാഹുൽ ഗാന്ധി ബത്തേരിയിലേക്ക് പുറപ്പെടും. ഒരുപക്ഷെ അല്പസമയം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ചതിന് ശേഷമാകും രാഹുൽ ഗാന്ധി ബത്തേരിയിലേക്ക് പോവുക. ഇപ്പോൾ അദ്ദേഹം പിതൃതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെത്തി മറ്റ് പൂജകൾ കൂടി നടത്തിയതിന് ശേഷം നാലമ്പലത്തിൽ കടന്ന് പ്രാർത്ഥനയും മറ്റ് പൂജകൾക്കും ക്ഷേത്രമായിരിക്കും അദ്ദേഹം തിരിച്ചിറങ്ങുക. അതിനുശേഷം ഗസ്റ്റ് ഹൗസിൽ അല്പസമയം വിശ്രമത്തിന് ശേഷം അദ്ദേഹം ബത്തേരിയിലേക്ക് പോകും എന്നാണ് കരുതുന്നത്. നേരത്തെ CV അനുമോദ് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വൈകാരികമായി വലിയ അടുപ്പമുള്ള ക്ഷേത്രം കൂടിയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് തിരുനെല്ലി ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത ക്ഷേത്രത്തിൽ ബലിയർപ്പിച്ച് അവിടെ നിന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നു.
CV അനുമോദ് വീണ്ടും വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. അനുമോദ്, അദ്ദേഹം ക്ഷേത്രത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ദർശനത്തിന് ശേഷം പൂജകൾക്കും ശേഷം എപ്പോഴേക്ക് അദ്ദേഹം പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകുന്നത് എന്താണ്? രേണുക, ഇനി അധികം സമയം ഇവിടെ രാഹുൽ ഗാന്ധി ചെലവഴിക്കാൻ സാധ്യത കുറവാണ്. അദ്ദേഹം ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ, അതായത് പത്മതീർത്ഥത്തിൽ കരയിൽ നിന്നും അദ്ദേഹം ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ നാലമ്പലത്തിൽ പ്രവേശിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദം സ്വീകരിച്ച ശേഷം തിരിച്ചു വരും. അതിനധികം സമയം അദ്ദേഹം എടുക്കാൻ സാധ്യത കുറവാണ്. ഏകദേശം 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ മാക്സിമം ഇതിന് മതിയാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേക പൂജകളൊന്നും തന്നെ ഇല്ല. അത് അദ്ദേഹത്തിന് വേണ്ടി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയായിരുന്നത് ഉദയാസ്തമന പൂജയാണ്. അത് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ ദിവസം തന്നെ ഇവിടെ നിർവഹിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ അദ്ദേഹം ചെയ്യുന്നത് പിതൃപൂജയാണ്. പിതൃപൂജ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് പിതൃക്കൾക്ക് മോക്ഷം നൽകുന്ന ചടങ്ങാണ്. അതായത് ഈ പൂജ ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൽ പുറത്തേക്ക് വരികയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ SPG സംഘം ഇപ്പോൾ താഴേക്ക് വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഈ സംഘത്തിനൊപ്പം ഇല്ല, അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിലായിരിക്കും ഒരു പക്ഷേ. ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നോടിയായിട്ടുള്ള സംഘം, SPG സംഘവും ഒപ്പം തന്നെ നേതാക്കളുടെ സംഘവും ക്ഷേത്രത്തിന് പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ ഗാന്ധിയും ഇപ്പോഴിതാ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി കൈകൂപ്പിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ക്ഷേത്രത്തിന് താഴേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. രാഹുൽ ഗാന്ധി പ്രവർത്തകരെ കൈവീശി കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പടിക്കെട്ടുകൾ ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് ആണ് പോകുന്നത്. KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, PC വിഷ്ണുനാഥ് തുടങ്ങിയ രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ വിളിയോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മാധ്യമപ്രവർത്തകരോട് ഒന്നും തന്നെ പങ്കുവയ്ക്കാനില്ല എന്ന രീതിയിലായിരിക്കാം രാഹുൽ ഗാന്ധി. ഇത് തൻ്റെ ഒരു സ്വകാര്യ സന്ദർശനം മാത്രമാണ്, ഇത് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട എന്നതുകൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി വെച്ച് മാധ്യമപ്രവർത്തകരുടെ വിളിയോട് പ്രതികരിക്കാതിരുന്നത്.